കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം അപ്രതീക്ഷിതമായി വന്ന തീയതിയും സിലബസിലെ വെയിറ്റേജിലുണ്ടായ ചേഞ്ചുകളും നിങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടോ? 80 ദിവസം എന്ന ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ സ്മാർട്ടായി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന ജോലി കരസ്ഥമാക്കാം? ഒരു ഉഗ്രൻ സ്റ്റഡി പ്ലാനിനായി വീഡിയോ കാണുക. കാറ്റഗറി നമ്പർ 137/2022 വിളിച്ച കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് എക്സാം ഡേറ്റ് വന്നേക്കുന്നത്. നമുക്ക് എക്സാം ഡേറ്റ് വന്നേക്കുന്നത് ഒക്ടോബർ 15-നാണ്. അതായത് ഏകദേശം ഇനി കഷ്ടിച്ച് 80 ദിവസം മാത്രമേ നമുക്ക് എക്സാമിനായിട്ടുള്ളൂ. അപ്പോൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരുന്നത് ബിടെക് ആയിരുന്നു. മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ ബിടെക് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യായിരുന്നു. 64 വേക്കൻസിയോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 40,800 തൊട്ട് 85,000 വരെ സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റാണ്. വളരെ പ്രതീക്ഷയോടെ കെമിക്കൽ, മെക്കാനിക്കൽ, സിവിൽ ഉദ്യോഗാർത്ഥികൾ നോക്കിക്കണ്ടിരുന്ന ഒരു പോസ്റ്റാണ് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം. PSC ഡീറ്റെയിൽ ആയിട്ടൊരു സിലബസ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കപ്പം സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. സിലബസിൽ ഫസ്റ്റ് വന്നേക്കുന്ന പാർട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. പതിവിന് വിപരീതമായി സിവിൽ എഞ്ചിനീയറിംഗിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വെയിറ്റേജ് കൂടുതൽ കൊടുത്തിട്ടുള്ള ഒരു സിലബസ് ആണ് PSC പബ്ലിഷ് ചെയ്തേക്കുന്നത്. നമുക്ക് മൊഡ്യൂൾ 1-ൽ വരുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. 7 മാർക്ക് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുന്നുണ്ട്. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, 10 മാർക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് സർവേയിങ്, ലെവലിങ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ. അപ്പം സിവിലിലെ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഒക്കെ ഈ സർവേയിങ് ആൻഡ് ലെവലിംഗിലാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഉൾപ്പെടെ 7 മാർക്കാണ്. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അതിൽ നിന്നും 7 മാർക്ക് വരുന്നുണ്ട് വെയിറ്റേജ്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ടൈം KWAE പരീക്ഷയ്ക്ക് ഓൾമോസ്റ്റ് 10 മാർക്കോളം തന്നെ ചോദിച്ച് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നൊരു ടോപ്പിക്കാണ്. ഇത്തവണയും 10 മാർക്ക് തന്നെയാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന് വെയിറ്റേജ് വന്നേക്കുന്നത്. ദെൻ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട് 7 മാർക്കിന്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് 8 മാർക്കിന്. ലാസ്റ്റ് ടൈം നമുക്ക് AE എക്സാമിന് ചോദിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്കായിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിങ്ങിൽ നിന്ന് 4 മാർക്ക് ക്വസ്റ്റ്യനാണ് സിവിലിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്റ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തെർമൽ പോലുള്ള സബ്ജക്റ്റുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു സിലബസ് ആണ് വന്നേക്കുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്നാണ് 3 ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഇതിൽ നമ്മുടെ പ്യുവർ മെറ്റീരിയൽസ്, ക്രിസ്റ്റൽ സ്ട്രക്ചർ പോലുള്ള ടോപ്പിക്കുകളും കൂടാണ്ട് നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ സ്റ്റാർട്ടിംഗ് ടോപ്പിക്കുകളൂടാണ് വരുന്നത്. ദെൻ മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറിന്ന് 6 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്നും 6 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലും 6 മാർക്ക് വരുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ പതിവിന് വിപരീതമായി എത്തിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധ കൊടുത്ത് മെക്കാനിക്കലുകാർ പഠിക്കുക. അത് കഴിഞ്ഞ് വരുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് 4 മൊഡ്യൂൾ മാത്രമാണ് സിലബസിൽ വന്നേക്കുന്നത്. വെയിറ്റേജ് ഏറ്റവും കുറച്ച് കൊടുത്തേക്കുന്നതും കെമിക്കൽ എഞ്ചിനീയറിംഗിനാണ്. അപ്പോൾ പാർട്ടിക്കിൾ ടെക്നോളജിയിൽ നിന്ന് 5 മാർക്ക് ക്വസ്റ്റ്യൻ, സ്റ്റോഷിയോമെട്രി, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് പ്രോസസ് കൺട്രോളിൽ നിന്ന് 6 മാർക്ക് ക്വസ്റ്റ്യൻ, മാസ് ട്രാൻസ്ഫറിൽ നിന്ന് 2 മാർക്ക് വെയിറ്റേജ് വരുമ്പോൾ പോളിമർ ടെക്നോളജിയിലും 2 മാർക്ക് വീതമാണ് വെയിറ്റേജ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ്. ഡീറ്റെയിൽഡ് സിലബസിനെ കുറിച്ച് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, 100 മാർക്കിൻ്റെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ 60 മാർക്കും സിവിലിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. 60% വെയിറ്റേജും നമ്മൾ സിവിൽ ഡിസിപ്ലിനിലോട്ടാണ് വന്നേക്കുന്നത്. 25% അല്ലെങ്കിൽ 25 മാർക്സിനാണ് മെക്കാനിക്കലിന് വെയിറ്റേജ് വന്നേക്കുന്നതെങ്കിൽ വെറും 15 മാർക്ക് മാത്രമാണ് കെമിക്കലിന് വെയിറ്റേജ് വന്നേക്കുന്നത്. അപ്പം നമ്മുടെ സിലബസ് ഒരു ഓവർവ്യൂ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? സിവിൽ എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ സിവിൽ ഡിസിപ്ലിനിൽ ബിടെക് ഹോൾഡേഴ്സിന് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു സിലബസ് ആണല്ലേ വന്നേക്കുന്നത്. അപ്പം നമ്മൾ പലരും നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരാണ്. നമ്മൾ ലാസ്റ്റ് ടൈം KWAE എക്സാം നോക്കുമ്പോൾ ഈക്വൽ വെയിറ്റേജ് ആയിരുന്നു, സിവിലിനാവട്ടെ, മെക്കാനിക്കലിനാവട്ടെ, കെമിക്കലിനാവട്ടെ. അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ സിവിൽ സിലബസ് ഉറപ്പായും സിവിൽ സ്റ്റുഡൻസിന് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടാണ് വന്നേക്കുന്നത്. കൂടാതെ സിവിലുകാരെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മളുടെ സ്ഥിരം സിവിലിന്റെ എക്സാമുകളുടെ AE എക്സാമുകളുടെ സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ അവർ ഓൾറെഡി കുറേ എക്സാമുകൾ എഴുതുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രിപ്പറേഷൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മെക്കാനിക്കൽ, കെമിക്കൽ ഡിസിപ്ലിൻ്റെ ടോപ്പിക്സ് ഒരു നമുക്ക് 40 മാർക്സാണ് വരുന്നത്. ആ 40 മാർക്സ് 80 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്
കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി മെക്കാനിക്കലിനെയും കെമിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഈസിയർ ടാസ്ക് ആണ് അവർക്ക് കിട്ടിയേക്കുന്നത്. പക്ഷേ ഇതിലൊരു ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? മറ്റ് കെമിക്കൽ ആയാലും മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആയാലും തീർച്ചയായും ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായ ഒരു പ്ലാൻ വെച്ച് സമയബന്ധിതമായി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും ഈ എക്സാമിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നതിലുപരി ടോപ്പ് റാങ്കിൽ തന്നെ നമുക്ക് വരാനും നമുക്ക് ഒരു പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി ഇന്ന് തൊട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് എല്ലാവരെ കൊണ്ടും സാധിക്കുന്നതായിരിക്കും. ഇപ്പം ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് മുന്നിലുള്ളത് ഒരു 80 days ആണ്. ശരിക്കും റെസ്റ്റ്ലെസ് ആയിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ട 80 ദിവസങ്ങളാണ് നമ്മളുടെ മുന്നിലുള്ളത്. ഈ 80 ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? വെറുതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഇത്തരത്തിലൊരു സിലബസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്നിവിടെ ഈ 80 ദിവസത്തിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് എങ്ങനെ ഒരു നല്ല റാങ്കിലേക്ക് പോകാം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത്. അപ്പം സിവിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലേ, 60% ക്വസ്റ്റ്യൻ അവരുടെ ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ ഒരു 40 മാർക്സിന് വേണ്ടി പഠിച്ചാൽ മതി. ടോപ്പിക്കുകളും കുറവാണ്. കെമിക്കലും മെക്കാനിക്കൽ ടോപ്പിക്കുകൾ കമ്പാരിറ്റീവ്ലി സിവിലിനെ അപേക്ഷിച്ച് കുറവാണ്. അപ്പം ഒരു പ്രോപ്പറായിട്ട് ഒന്ന് പ്ലാൻ ചെയ്താൽ 30 days കൊണ്ട് ഉറപ്പായിട്ട് ഈ 40 മാർക്സിന്റെ ടോപ്പിക്കുകൾ കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. ബാക്കി 50 days നിങ്ങൾക്ക് റിവിഷനും പ്രിപ്പറേഷനും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെ സിവിൽ സ്റ്റുഡൻസിന് KWAEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ മെക്കാനിക്കൽ സിവിൽ ഡിസിപ്ലിനിലുള്ള സ്റ്റുഡൻസിനോ അവർക്കാണ് ഇത്തവണ വന്നേക്കുന്ന സിലബസിൽ കുറച്ചുകൂടെ ഒരു ആശങ്ക വന്നത് അല്ലേ, എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന്. നിങ്ങൾ ഈ 80 ദിവസം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമുക്ക് സമയക്കുറവാണ്. അപ്പോൾ ഒരു സ്മാർട്ടായിട്ടൊരു സ്റ്റഡി സ്ട്രാറ്റജി വേണം നമുക്ക്, എങ്ങനെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണം എന്നുള്ള രീതിയിൽ. കഠിനാധ്വാനത്തോടൊപ്പം ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ കൊണ്ട് മാത്രമേ ഈ സമയബന്ധിതമായിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഒക്കും. അപ്പം സിവിൽ മെക്കാനിക്കൽ സ്റ്റുഡൻറ്റുകളെ സംബന്ധിച്ച് അവർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും കെമിക്കൽ മെക്കാനിക്കൽ സ്റ്റുഡൻറ്റുകളെ സംബന്ധിച്ച് അവരെപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് സിവിൽ ടോപ്പിക്കിൽ നിന്നാവണം. കാരണം അതിനാണല്ലോ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്. 60 മാർക്കുള്ള ടോപ്പിക്കുകളാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് 3 മാർക്ക് മാത്രമേ വെയിറ്റേജ് വരുന്നുള്ളെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ബേസിക്സ് ആണല്ലേ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, അങ്ങോട്ട് പോകുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും ബേസിക്സ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അതുകൊണ്ട് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് നമുക്ക് നോക്കാം. ഏകദേശം 7 മാർക്കോളമാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. ഇത് നമ്മുടെ മെക്കാനിക്കൽ സിവിലുകാരുടെയൊക്കെ ബേസിക്സ് ആണ്. ഇത് കൂടാണ്ട് മെക്കാനിക്കൽ സബ്ജക്റ്റിൽ കൊടുത്തേക്കുന്ന മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെയും സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ സ്റ്റാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പം ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് പഠിക്കുന്ന കൂട്ടത്തിൽ മെക്കാനിക്കലിന്റെ ആ ഒരു ടോപ്പിക് കൂടെ കവറായി പോകും. പിന്നീട് മെക്കാനിക്കൽ സ്റ്റുഡൻറ്റുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ട്രസ് അനാലിസിസിന്റെ കുറച്ച് പോർഷൻ മാത്രമേ പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ബാക്കി കോമൺ ആയിട്ട് പഠിച്ചു പോയൊരു സബ്ജക്റ്റ് തന്നെയാണ്. അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് ആണ്. ഏകദേശം 7 മാർക്ക് തന്നെയാണ് അതിനും വരുന്നത്. ഇതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ്, സിവിൽ, കെമിക്കൽ, മെക്കാനിക്കൽ 3 ഡിസിപ്ലിനുകാർക്കും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സ്റ്റാർട്ടിംഗ് പോർഷൻ അതായത് ഇത് ഏകദേശം 10 മാർക്കുണ്ട്. ഇതിലെ ഫസ്റ്റ് ഹാഫ് 5 മാർക്കും 3 പേർക്കും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. 3 പേരും കൃത്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കുകളാണ്. സോ അതൊന്ന് റിവൈസ് ചെയ്ത് നല്ല രീതിയിൽ തറമാക്കി പോവുക എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മെഷീൻസും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വാട്ടർ എഞ്ചിനീയറിംഗ് ആണ്. വാട്ടർ റിസോഴ്സസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇറിഗേഷൻ, ഹൈഡ്രോളജി, എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകളൊക്കെയാണ് അതിൽ വരുന്നത്. കൂടുതൽ തിയറി ടോപ്പിക്കുകളാണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം അതൊന്ന് എഫേർട്ട് ഇടുന്നവരെ സംബന്ധിച്ച് വളരെ സുഖമായിട്ട് പഠിച്ചു പോകാവുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. ദെൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, സിവിലിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഇത്തവണയും 10 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ കുറച്ച് ചെറിയ ഇക്വേഷൻസ് ഒക്കെ ഉള്ളൂ. കൂടുതലും തിയറി സബ്ജക്റ്റ് തന്നെയാണ് വരുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്.
അപ്പം കാര്യമായ ഒരു പ്രിപ്പറേഷൻ നമുക്ക് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ വരുന്നത് സർവേയിങ് ആൻഡ് ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ ആണ്. ഇതിൽ സർവേയിങ് ആൻഡ് ലെവലിംഗ് കുറച്ച് ടോപ്പിക്കുകൾ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. അതിന് കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്, കുറച്ച് ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്, പിന്നെ അഡ്വാൻസ് സർവേ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് മെഷീൻസുകൾ, ടോട്ടൽ സ്റ്റേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ നമ്മൾ പഠിക്കുന്നത്. അതൊക്കെ തിയറി പോർഷൻ ആണ്. നമുക്കൊന്ന് നോട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ, ഒരു 2-3 തവണ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആ അഡ്വാൻസ് സർവേയിലെ എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ്. പിന്നെ ഈ സർവേയിങ് ആൻഡ് ലെവലിംഗിൽ വരുന്ന വേറൊരു ടോപ്പിക് എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ ആണ്. അതെന്ന് പറഞ്ഞാൽ കുറേ അധികം വാല്യൂസും എമൗണ്ടും ഒക്കെ കാണാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തൊട്ട് തന്നെ ഒരു 1 hour എസ്റ്റിമേഷൻ ആയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. കാരണം അത് ഒരു ടോപ്പിക്കായിട്ട് പെട്ടെന്ന് പഠിച്ച് നിങ്ങളെ കൊണ്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ഒരു 80 days ഒരു 60 days മതിയായിരിക്കും. 60 days പോലും വേണ്ട, ശരിക്കും 1 hour നിങ്ങൾ എസ്റ്റിമേഷൻ ആയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 1 hour വീതം എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടഫ് ടോപ്പിക്ക്, ഒത്തിരി വാല്യൂസ് കാണാപ്പാഠം പഠിക്കാനുള്ള ആ ഒരു സബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ നിൽക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് സ്റ്റഡി സ്ട്രാറ്റജൈസ് ചെയ്ത് പഠിക്കുക, ഷെഡ്യൂൾ ചെയ്യുക. നമ്മൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി, നമ്മൾ തന്നെ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി കൃത്യമായിട്ട് പഠിച്ചു പോവുക. ദെൻ വരുന്ന ടോപ്പിക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഏകദേശം 8 മാർക്കോളമാണ് വരുന്നത്. സിവിലിൻ്റെ പോർഷൻ ആണ്. നമുക്ക് ഇത്രയും പോർഷൻ ആദ്യം തന്നെ സിവിലിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്കുകൾ ഫസ്റ്റ് നമ്മൾ സിവിലിൽ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ നമുക്ക് പോകാവുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റോഷ്യോമെട്രി ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ ആണ്. ഇത് മെക്കാനിക്കലുകാരെയും കെമിക്കലുകാരെയും സംബന്ധിച്ച് കുറേ കോമൺ ടോപ്പിക്കുകളുണ്ട്. ഇത് ടോപ്പിക്ക് വന്നതിപ്പം കെമിക്കലിലാണ് എങ്കിലും സിലബസ് കാര്യമായിട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കുറേ അധികം ടോപ്പിക്കുകൾ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർ പഠിക്കുന്നതാണ്. സൈക്രോമെട്രി വരുന്നുണ്ട്, ദെൻ പ്യുവർ ഗ്യാസ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, നമ്മുടെ അവഗാഡ്രോ ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ കുറേ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആവത്തില്ല ഏത് ബ്രാഞ്ചുകാരെ സംബന്ധിച്ചും. മെക്കാനിക്കൽ ആയാലും കെമിക്കൽ ബ്രാഞ്ചുകാരെ സംബന്ധിച്ച് ഇത് കുറേ ഈസി ടാർഗറ്റ് ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റോഷ്യോമെട്രി ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്ന സബ്ജക്ട്. ദെൻ വരുന്നത് മാസ് ട്രാൻസ്ഫർ ആണ്. ഇതും കെമിക്കൽ സൈഡിലാണ്. മാസ് ട്രാൻസ്ഫർ എനിക്ക് തോന്നുന്നു 2 മാർക്ക് എങ്ങാണ്ടാണ് വെയിറ്റേജ് വരുന്നത്. പക്ഷേ വലിയ അധികം പഠിക്കേണ്ട കാര്യമല്ല. സോ ആ 2 മാർക്ക് കളയാണ്ട് നമ്മൾ 1 എഫേർട്ട് ഇട്ടാൽ സുഖമായിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്. പിന്നെ വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇത് മെക്കാനിക്കൽ സൈഡിൽ ഇട്ടേക്കുന്നതാണ്. ഇതിന്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ തന്നെ കവർ ചെയ്ത് പോകുന്നതാണ്. ഈ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കെമിക്കലുകാർക്കും മെക്കാനിക്കലുകാർക്കും കോമൺ ടോപ്പിക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കെമിക്കലിന്റെ ടോപ്പിക്കുകൾ പറഞ്ഞതെല്ലാം തന്നെ മെക്കാനിക്കലുകാരായാലും കെമിക്കലുകാരായാലും വളരെ എളുപ്പത്തിൽ കവർ ചെയ്യാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ദെൻ വരുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇത് മെക്കാനിക്കലിൽ നിന്ന് വന്ന ടോപ്പിക്കാണ്. ഇതിന്റെ സ്റ്റാർട്ടിങ് എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മെക്കാനിക്കലുകാർക്കും ശരിക്കും എഫേർട്ട് ഇടേണ്ടി വരും. കാരണം അധികം ആരും പഠിച്ചിട്ടില്ല എത്തിക്സ് ഒന്നും. അപ്പം അതൊന്ന് നോട്ട് പ്രിപ്പയർ ചെയ്ത് കൃത്യമായി പഠിക്കുക. പിന്നീട് വരുന്ന 2ാമത്തെ പോർഷൻ നമ്മുടെ കാസ്റ്റിങ്ങും ഒക്കെയാണ്. അത് മെക്കാനിക്കലുകാർ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സിവിലുകാർക്കും കെമിക്കലുകാർക്കും ഒന്ന് എഫേർട്ട് ഇട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കുകൾ തന്നെയാണ് ഇതിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരാവുന്ന ടോപ്പിക്ക് മെക്കാനിക്കലിന്റെ മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി ആണ്. ഇതും ഏകദേശം 6 മാർക്കാണെന്ന് തോന്നുന്നു നമുക്ക് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഇത്രയാവുമ്പോൾ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 65+ മാർക്കിന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിച്ചു പോകുക. സിവിലിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ മെക്കാനിക്കലിനും കെമിക്കലിനും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ വെച്ചിട്ട് നമ്മളൊരു 65+ വന്നു. ഓൾമോസ്റ്റ് 70 അടുപ്പിച്ച് മാർക്കിന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പോകാവുന്നത് 2 ടോപ്പിക്ക് വരുന്നുണ്ട്. അത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഉണ്ട്, ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. 2നും 7 മാർക്ക് പ്രയോറിറ്റി വരുന്ന 2 ടോപ്പിക്കുകളാണ് സിവിലിന്റെ. അപ്പൊ ഈ ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വാല്യൂസും തിയറീസുമാണ് കാണാപ്പാഠം അങ്ങനെ പഠിക്കാനാണ് എളുപ്പം എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് പോലുള്ള സബ്ജക്ട് തുടങ്ങുക. പകരം ഫോർമുലാസും കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറുകളാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പം ദെൻ ഈ 2 ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. കൂടെ തന്നെ ദിവസവും കുറച്ച് ടോപ്പിക് എന്നുള്ള രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ് ഉണ്ട്, പാർട്ടിക്കിൾ ടെക്നോളജി വരുന്നുണ്ട്,
അപ്പം ഈ രണ്ട് ടോപ്പിക്കുകൾ ഇതിൽ പാർട്ടിക്കൽ ടെക്നോളജി കെമിക്കലിൻ്റെയാണ്, വെയിറ്റേജ് ഉണ്ട്. പക്ഷെ കെമിക്കൽ ആകുമ്പോൾ മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം ഇത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പതുക്കെ പഠിക്കുക. കാരണം ഇതിൽ രണ്ടിനും നമുക്ക് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം, ലാസ്റ്റിലോട്ട് കൊടുക്കാം. അപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 80 എബവ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കും. ഇപ്പം ഇനി ചെയ്യുക എന്നുള്ളത് റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, വാല്യൂസും ഫോർമുലാസും ഒക്കെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി സൂക്ഷിക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യനുകൾ കാണുക, MCQs കാണുക. കൂടാതെ ബാക്കി വന്ന ഇതുപോലുള്ള ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകൾ ദിവസവും കുറച്ച് നേരം അതിനായിട്ട് മാറ്റിവെച്ച് അങ്ങനെ പഠിക്കുക. അങ്ങനെ ഓൾറെഡി ഒരു ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അതുവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യുക. അതുവരെ മാക്സിമം തിയറി കൺസെപ്റ്റുകൾ കംപ്ലീറ്റ് ആക്കുക, നോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വിട്ട് അതിനുശേഷം കൂടുതലായിട്ട് മോക്ക് ചെയ്യുക, കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുക, കൂടുതലായിട്ട് റിവൈസ് ചെയ്യുക തുടങ്ങി ഷെഡ്യൂളിന് ചേഞ്ച് വരുത്തി പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഒരു ലാസ്റ്റ് 30 ഡേയ്സ് 15 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേനെ പ്രോപ്പറായിട്ട് റിവിഷനും ക്വസ്റ്റ്യൻ MCQs പ്രാക്ടീസ് ചെയ്യലും മാത്രമാക്കി നിങ്ങളുടെ റിവിഷനെ ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ അത്തരത്തിൽ ചേഞ്ച് ചെയ്യുക. പിന്നെ ഈ ഇക്വേഷൻസ് ഒക്കെ മറന്നു പോകാൻ ചാൻസ് ഉള്ളതാണ് ഇക്വേഷൻസ് ഒക്കെ. അപ്പോൾ അത് ഷോർട്ട് നോട്ടായിട്ട് സൂക്ഷിക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക തുടങ്ങിയ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഒരു സ്റ്റഡി സ്ട്രാറ്റജി പറഞ്ഞല്ലേ, എങ്ങനെ 80 ദിവസത്തിനുള്ളിൽ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പോൾ ഒരു ടൈം ഫ്രെയിം കൂടെ വേണ്ടേ. നമ്മൾ ഒരു സ്ട്രാറ്റജി കൊണ്ട് മാത്രം പറ്റില്ലല്ലോ, എത്ര ദിവസത്തിനുള്ളിൽ എത്ര ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യണം എന്നുള്ള കാര്യം കൂടെ പറയണ്ടേ. അപ്പോൾ അതിനൊരു ടൈം ഫ്രെയിം ഞാൻ പറയാം. നമുക്ക് 80 ദിവസമാണ് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ഫസ്റ്റ് 40 ഡേയ്സിൽ നിങ്ങളുടെ ടാർഗറ്റ് മാക്സിമം ടോപ്പിക്കുകൾ കവർ ചെയ്യുക എന്നുള്ളതായിരിക്കണം. അപ്പം സിവിലിലെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളെല്ലാം, അത് കൂടാണ്ട് നമ്മുടെ മെക്കാനിക്കലിൻ്റെയും കെമിക്കലിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ, ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങളുടെ ഫസ്റ്റ് 40 to 45 ഡേയ്സിൽ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ ടൈമിൽ കൂടുതലായി തിയറി തന്നെ കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം നോട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇക്വേഷൻസിൻ്റെ ഒക്കെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പിന്നെ എല്ലാ ദിവസവും എസ്റ്റിമേഷന് കുറച്ച് സമയം മാറ്റി വെച്ച് ഇങ്ങനെ കവർ ചെയ്യുക. അപ്പോൾ ഒരു ഫസ്റ്റ് 40 to 45 ഡേയ്സിൽ നമുക്ക് മാക്സിമം ടോപ്പിക്കുകൾ ഒരു അബൌട്ട് 65+ മാർക്കിൻ്റെ ടോപ്പിക്കുകളും കവർ ചെയ്യാൻ പറ്റണം. ദെൻ വരുന്ന നെക്സ്റ്റ് 15 ഡേയ്സിൽ നമുക്ക് ലാസ്റ്റിലോട്ട് വരുന്ന നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് പോലുള്ള ഒരു 14 മാർക്ക് വെയിറ്റേജ് വരുന്ന 2 ടോപ്പിക്കുകളാണ്. ആ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ റിവിഷനും സ്റ്റാർട്ട് ചെയ്യുക, കുറച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യുക, എല്ലാ ദിവസവും കുറേ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്ത് പോവുക, അങ്ങനെ പോവുക. ദെൻ പിന്നീട് വരുന്ന അപ്പോൾ ഒരു 55 ഡേയ്സ് ആയി. അത് കഴിഞ്ഞ് വരുന്ന 25 ഡേയ്സ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് റിവിഷനും മാക്സിമം മോക്ക് ടെസ്റ്റുകൾ, മാക്സിമം MCQs കണ്ടെത്തി ചെയ്യുക എന്നുള്ളതായിരിക്കണം. കൂടാണ്ട് ദിവസം 1 or 2 hours നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി വരുന്ന ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ലാസ്റ്റിലോട്ടൊക്കെ വരുന്ന 2 സബ്ജക്റ്റുകളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം ഇത്തരത്തിൽ വേണം നിങ്ങളുടെ ഒരു ടൈം ഫ്രെയിമിൽ സ്റ്റഡി സ്ട്രാറ്റജി പോകാൻ. ദിവസം ഒരു 8 to 10 hours ഉറപ്പായും നിങ്ങൾ പഠിക്കുന്നതിനായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് ടൈം ഫ്രെയിം കുറവാണ്. ഈ ടൈം ഫ്രെയിമിൽ നമുക്ക് ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. അപ്പോൾ അത്തരത്തിലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനും കൃത്യമായ ഒരു ഗൈഡൻസും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും KWAE എന്ന് പറയുന്ന എക്സാം നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നാണ്. ഏർണസ്റ്റ് അക്കാദമി നിങ്ങൾക്കായി 80 ദിവസം നീളുന്ന ഒരു ക്രാഷ് കോഴ്സ് ആണ് അവതരിപ്പിക്കുന്നത്. എല്ലാ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യുന്ന ലെക്ചർ വീഡിയോസ്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് വരുന്നുണ്ട്, അതുപോലെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് തുടങ്ങിയവയെല്ലാം തന്നെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.